വായിച്ച വചനം അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യമാണ്. പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും. ആമേൻ. അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്നുണ്ട്. നിങ്ങൾ ആമേൻ ഞാൻ പോകുന്നു നല്ലത്, എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. 1-ാമത്തെ അധ്യായം കാത്തിരിപ്പിൻ്റെ അധ്യായമാണെങ്കിൽ 2-ാമത്തെ അധ്യായത്തിൻ്റെ പ്രത്യേകത കാത്തിരുന്നത് ലഭിക്കുന്ന അധ്യായമാണ്. ചില കാത്തിരിപ്പുകൾക്കും മറുപടിയുമായി ദൈവിക വാഗ്ദത്തം വെളിപ്പെടാൻ സമയമായി കേട്ടോ. ഈ പകൽ നിന്റെ ശിരസിൽ തൊട്ട് ദൈവാത്മാവ് ഈ പകൽ ദൂത് കൈമാറുകയാ. കാത്തിരുന്ന ആളുകൾ വിരാമമിട്ടിട്ട് ചില വാഗ്ദത്ത നിവർത്തികൾ കരം കൊണ്ട് അനുഭവിക്കത്തക്ക നിലവാരത്തിൽ, ശരീരം പോലും തിരിച്ചറിയത്തക്ക നിലവാരത്തിൽ നിന്റെ മേൽ വാഗ്ദത്ത നിവർത്തി സംഭവിച്ചു എന്ന് വേശ്യക്കാർ പോലും തിരിച്ചറിയത്തക്ക നിലവാരത്തിൽ ദൈവത്തിന്റെ വാഗ്ദത്ത നിവർത്തിയുടെ സമയം വെളിപ്പെട്ടു കഴിഞ്ഞു. ഈ പകൽ സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയും സ്വീകരിക്കുക. ഈ പകൽ കരമടിക്കണമെങ്കിൽ കരമടിക്കുക. ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ സ്തുതിക്കുക. കണ്ണുനീരോടെ ദൈവസന്നിധിയിലായിരിക്കണമെങ്കിൽ അങ്ങനെ ആരാധിക്കുക. എങ്കിലും ഇന്ന് പകൽ ഒരു ബോധ്യം പരിശുദ്ധാത്മാവ് തരികയാ. ചില വാഗ്ദത്ത നിവർത്തികളുടെ കാലങ്ങൾ ആമേൻ കഴിഞ്ഞു. ഇതിനി അനുഭവിക്കാനുള്ള കാലമാണ്. ഇനി നീ അത് അനുഭവിക്കാൻ പോകുകയാ. കേട്ട വാഗ്ദത്തങ്ങൾ ആമേ കണ്ണുകൊണ്ട് കാണാൻ ദൈവം ഇടയാക്കുന്ന നാളുകൾ, ദിനരാത്രങ്ങൾ ഈ പകൽ ദൈവാത്മാവ് തുറന്നിടുകയാണ്. നിന്റെ ശരീരത്തിന്റെ അവസ്ഥ വിഷയമല്ല, നിന്റെ ജീവിതത്തിന്റെ സാഹചര്യം വിഷയമല്ല, നിന്റെ കയ്യിൽ അതിന് മന്മയുണ്ടോ, ഡോണ്ട് വറി. പക്ഷെ ഈ പകൽ ദൈവം പറയുക, ഞാൻ ചിലത് ചെയ്യും. ഈ പകൽ നീ കാണാൻ ഒരുങ്ങിക്കോ, നീ അനുഭവിക്കാൻ ഒരുങ്ങിക്കോ. ഈ പകൽ ഞാൻ ചിലവ് നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ സഭയ്ക്ക് വേണ്ടി, നിന്റെ മിനിസ്ട്രിക്ക് വേണ്ടി, നിന്റെ തലമുറയുടെ ഭാവിക്ക് വേണ്ടി ഈ പകൽ പരിശുദ്ധാത്മാവ് ചെയ്തു തുടങ്ങുകയാണ്. വിശ്വസിക്കാമെങ്കിൽ കരമടിച്ച് ഈ പകൽ ദൈവസഭ സ്വീകരിക്കുക. പഴയ നിയമത്തിലെ പ്രവാചകൻ പറയുന്നത് പോലെ ആത്മാവ് ഈ പകൽ പ്രവചിക്കുക. യഹോവ എഴുന്നേൽക്കും, ശത്രുക്കൾ ചിതറിപ്പോകും. യഹോവ എഴുന്നേൽക്കും, ശത്രുക്കൾ ചിതറിപ്പോകും. യഹോവ എഴുന്നേൽക്കും, ഈ പകൽ ശത്രുക്കൾ ചിതറിപ്പോകും. ഓ ശക്തമായ ദൈവ സാന്നിധ്യം അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. ഈ പകൽ ദൈവം ചിലവിനെ തൊടുകയോ, ചിലവിന്റെ ഉദരങ്ങളെ ദൈവം തൊടുകയോ, ചിലവിന്റെ കൂടാരങ്ങളെ ദൈവം തൊടുകയോ. ഈ പകൽ നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ശുശ്രൂഷയുടെ നിന്റെ ഭാവിയുടെ, നിന്റെ കുടുംബത്തിന്റെ മാറ്റാൻ കഴിയുന്ന ഇടം എവിടെയാണോ ഉള്ളത് അവിടെ ഈ പകൽ പരിശുദ്ധാത്മാവ് ആഴമായി 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 ചലിച്ചിറങ്ങുകയാണ്. ചില ദിവസങ്ങളായി പ്രാർത്ഥനയിലായിരുന്നപ്പോൾ ദൈവാത്മാവ് എന്നോട് കൈമാറിയൊരു ദൂതിൻ്റെ ശകലങ്ങളാണ് ഞാൻ നിങ്ങളോട് ഹൃദയം തൊട്ട് കൈമാറുന്നേ. ദൈവരാജ്യത്തിന് വേല ചെയ്യണോ, നിനക്ക് ക്വാളിറ്റി ഉണ്ടായിരിക്കണം, നിനക്ക് ക്വാളിറ്റി ഉണ്ടായിരിക്കണം. മേശമേലുള്ള ശുശ്രൂഷയ്ക്ക് ക്വാളിറ്റിയുള്ള ദൈവകൃപയുള്ള വചനം പറയുന്നു. പരിശുദ്ധാത്മാവ് പ്രാപിച്ച വിശ്വാസമുള്ള ആമേ ജ്ഞാനമുള്ള 3 ക്വാളിറ്റി. എന്ത്? പരിശുദ്ധാത്മാവ്. 5-ാം അധ്യായം വീട്ടിൽ പോയി വായിച്ചാൽ മതി. 5:6 വചനം പറയുന്നു. പരിശുദ്ധാത്മാവുള്ള, ജ്ഞാനമുള്ള, വിശ്വാസമുള്ള 7 ദൈവസഭയ്ക്കകത്ത് തിരഞ്ഞെടുത്ത് നടത്തുകയാണ്. ഇന്ന് പകൽക്കാലം കേട്ടു. ആ 7 ഒരുവനാ. ആ പേരിങ്ങനെയാ പറയുന്നത്. ഫിലിപ്പോസ് എന്ന് പറയുന്ന ദൈവ മനുഷ്യൻ. വചനം പറയുന്നു 7 ഒരുവനാണ്. 7 ഒരുവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരം വിളമ്പ, ദൈവസഭയുടെ നന്മകൾ എണ്ണി തിട്ടപ്പെടുത്തി വയ്ക്കുക, മേശമേലുള്ള ശുശ്രൂഷ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞ വലിയ കൺവെൻഷൻ ബ്രാസ്
വലിയ ക്രൂസൈഡ് പ്രാസംഗികനല്ല, ഒരു പാട്ട് പോലും പാടാ ദൈവദാസന്മാർ അനുവാദം കൊടുത്തിട്ടില്ല. വരുന്ന നന്മകൾ, വരുന്ന ആൾക്കാരുടെ, എൻ്റെ ഭാഷയിൽ പറഞ്ഞ പ്ലേറ്റും പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് ആലയത്തിൻ്റെ പുന്നാമ്പുറത്തിൽ ദൈവവേലയ്ക്ക് വേണ്ടി ചുമൽ കൊടുത്ത ഒരു ഫിലിപ്പോസ് എന്ന് പറയുന്ന ദൈവ മനുഷ്യൻ ഇന്ന് പകൽക്കാല ആത്മാവിൽ ഞാനൊരു ദൂത് കൈമാറാ. നീ അല്പത്തിൽ വിശ്വസ്തനാണെങ്കിൽ, നിങ്ങൾ ആരാധിച്ചില്ല, നീ അല്പത്തിൽ വിശ്വസ്തനാണെങ്കിൽ നീ അധികത്തിൽ വിചാരകനാക്കി മാറ്റുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട് ഈ ഇന്ന് പകൽക്കാലം ആരും ഉയർന്നു നിൽക്കുന്ന അനേക ദൈവദാസന്മാരുണ്ട്. അവരാരും ചാടിക്കേറി പ്ലാറ്റ്ഫോമിൽ നിന്നതല്ല പ്രിയര്. ഇമ്മലകൾ അവരെല്ലാം മറഞ്ഞു വരുന്നവരാണ്. ഇമ്മലകളിൽ അവരെല്ലാം കഷ്ടത അനുഭവിച്ചവരാണ്. കണ്ണുനീരിന്റെ താഴ്വരയ്ക്കകത്ത് ദൈവത്തെ പാടി സ്തുതിച്ചവരാണ്. കണ്ണുനീരിലും ദൈവത്തെ വിട്ടുപോകാത്തവരാണ്. അവരുടെ സീസണിനകത്ത് ദൈവത്തെ മറഞ്ഞിരുന്ന് ദൈവത്തെ സ്തുതിച്ചപ്പോ എൻ്റെ ദൈവമാർക്കും കടക്കാരനല്ലാത്തത് കൊണ്ട്, എൻ്റെ ദൈവമാർക്കും ബാധ്യതയല്ലാത്തത് കൊണ്ട് ഒരു സീസൺ വന്നപ്പോ അവരെ മറമീക്കി പുറത്തു കൊണ്ടുവന്ന് ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകന്മാരാക്കി തെളിയിച്ചെങ്കിൽ ഈ പകലാത്മാവിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഈ പുസ്തകം നീ എടുത്തിട്ടുണ്ടെങ്കിൽ, ഈ പുസ്തകം നീ ചുമന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ അധികകാലം നീ മറഞ്ഞിരിക്കില്ല. നിന്നെ മറമീക്കി പുറത്തു കൊണ്ടുവന്ന് ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സീസൺ ദൈവം വച്ചിട്ടുണ്ടെന്ന് ഈ പകൽക്കാലം ആരെയൊക്കെ നോക്കി ആത്മാവ് പ്രവചിക്കുകയാണ്. ഉയരാൻ നോക്കരുതേ, നമ്മൾ താന്നു പോകും. ഉയരാൻ നോക്കരുതേ, നമ്മൾ താന്നു പോകും. ഇന്ന് പകൽക്കാലം ഉയരണോ, ദൈവം ഉയർത്തണം. ശുശ്രൂഷ വെളിപ്പെടണോ, ദൈവം ചെയ്യണം. സ്വയം ഉയരണ്ട, സ്വയം പ്രൊജക്റ്റ് ചെയ്യണ്ട, സ്വയം നിന്റെ ആലയം വലുതെന്ന് പറയണ്ട. ഇന്ന് പകൽ നീ വിശ്വസ്തനായിരിക്ക, നിന്റെ ശുശ്രൂഷ വിശ്വസ്തയോടെ ചെയ്യ. പ്രിയരെ, ഇന്ന് പകൽക്കാല ചട്ടക്കുടിലിനകത്ത് കിടക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ദൈവം അതേ തന്നിട്ടുള്ളൂ. അതിനകത്ത് വിശ്വസ്തനായിരിക്ക. ഒരു പക്ഷേ നല്ല ആഹാരം കാണില്ല, നല്ല വസ്ത്രം കാണില്ല, എങ്കിലും പുറുപുറുക്കാമ വിശ്വസ്തയോടെ അവിടെ ദൈവത്തെ സ്തുതിക്ക. കാലഘടികാരങ്ങൾ മാറും കേട്ടോ. ദൈവം നിനക്ക് വേണ്ടിയുള്ള ഒരുക്കിയിട്ടുള്ള കരുതലുകൾ അത് ശ്രേഷ്ഠമായി വെളിപ്പെടും. 10 താലന്ത് ലഭിച്ചവൻ 10 കൂടെ നേടിയതുപോലെ, 5 ലഭിച്ചവൻ 5 കൂടെ വ്യാപാരം ചെയ്ത് നേടിയതുപോലെ ഈ പകൽക്കാലം ദൈവം തന്ന താലന്തുകൾ വ്യാപാരം ചെയ്യട്ടെ. ദൈവം തന്ന കൃപകൾ, ദൈവം തന്ന പരിശുദ്ധാത്മാവ്, ദൈവം തന്ന ദൈവിക ദാനങ്ങൾ വ്യാപാരം ചെയ്യട്ടെ. ഈ പകൽ ഒന്ന് കിട്ടിയവൾ കുടിച്ചിട്ടതുപോലെ കുടിച്ചിടാനല്ല വിളിച്ചവ, നിന്റെ പാപിയുമായി കണക്ട്. ആമേൻ, ഹല്ലേലൂയ. പ്രിയരെ, എൻ്റെ പ്രസംഗ ഭാഷ ഞാൻ പറയാം. മേശമേലുള്ള ശുശ്രൂഷ 7 പേരോടെ ഫിലിപ്പോസ് ചെയ്യുമ്പോൾ ഫിലിപ്പോസ് ഒരിക്കലും പറഞ്ഞില്ല ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നാലും. ഹലോ, ആഹാരം വിളപ്പി കൊടുക്കുമ്പോൾ പറഞ്ഞില്ല ഹലോ കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചെന്നാലും. ഹലോ, പാത്രങ്ങൾ കഴുകുമ്പോൾ ആ മേശ ക്ലീൻ ചെയ്യുമ്പോൾ പറഞ്ഞില്ല ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂല. അപ്പോഴല്ല അവൻ പറഞ്ഞത് യാത്ര ചെയ്യും ഞാൻ, യേശുവിനെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ എൻ്റെ യേശുവിനായി. എന്നാ ശൂന്യതയ്ക്കകത്തിരുന്നല്ല പറഞ്ഞേ, അവൻ വിശ്വസ്തയോടെ അല്പത്തിൽ വേല ചെയ്യാൻ തുടങ്ങി. അവൻ തന്നതിൽ അവന് കൊടുത്ത കൃപയെ അവൻ വ്യാപാരം ചെയ്യാൻ തുടങ്ങി. അവൻ അല്പത്തിൽ വിശ്വസ്തനായിരുന്നപ്പോൾ കേട്ട വചനം പറയുന്നു, സ്തേഫാനോസിനെ ശത്രു പിടിച്ചു. ശത്രുവിൻ്റെ മുൻപിൽ സ്തേഫാനോസ് ഒറ്റ പ്രസംഗം കല്ലെറിഞ്ഞു കൊന്നു. ഹലോ,
സ്തെഫാനോസ് മരിച്ചെന്നറിഞ്ഞപ്പോ ശൗൽ ദൈവസഭയ്ക്കെതിരെ പീഡകൾ അടിച്ചു വിട്ടപ്പോ യെരൂശലേമിൽ തിങ്ങിപ്പാർത്തിരുന്ന സഭ ചിതറാൻ തുടങ്ങി. ഫിലിപ്പോസ് ഓടിയെത്തിയത് ശമരി എന്ന പട്ടണത്തില്. ഈ പകൽ ആത്മാവിൽ ഒരു ദൂത് ഞാൻ കൈമാറാ. നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു എങ്കിൽ വചനം പറയുന്നു ചില പട്ടണങ്ങൾ ദൈവം നിന്നെ എത്തിക്കും. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അബ്രഹാമേ, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ഒരു വേഷമുണ്ട്. ഈ പകൽ കുഞ്ഞേ, നിന്നെ വളർത്താനുള്ള ഇട, നിന്റെ തലമുറ ഉയർത്താനുള്ള ഇട എന്റെ ദൈവത്തിനറിയോ. ഏത് ദേശത്താണ്, ഏത് കോണ്ടിനെന്റിലാണ്, ഏതോ രാജാലഘടക പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. ഏതൊക്കെ മാതാപിതാക്കൾ കണ്ണുനീരോടെ സ്തുതിക്കുമ്പോ പ്രാർത്ഥിക്കുന്ന മാതാവേ, കരയുന്ന പിതാവേ, നിന്റെ തലമുറയുടെ ഭാവി, കൂടപ്പറപ്പേ, സ്നേഹിത, സഹോദരി, നിന്റെ വളർച്ചയുടെ ദേശം എന്റെ ദൈവത്തിനറിയാം. നിന്നെ ഏത് ദേശത്ത് കൊണ്ടുവന്നാൽ നീ വളരുമെന്ന് ദൈവത്തിനറിയാം. നിന്നെ വളർത്തേണ്ട ദേശം ദൈവത്തിനറിയാം. നിന്റെ സഭയെ പുറത്തെടുക്കേണ്ട സ്ഥലം ദൈവത്തിനറിയാം. ഇന്നു പകൽ ദേശം മാറിപ്പോകല്ലേ, ലക്ഷ്യം തെറ്റിപ്പോകല്ലേ. ഫിലിപ്പോസേ, യെരൂശലേമിൽ ഇരുന്ന നീ പുറത്തു വരില്ല. നീ വരേണ്ടത് ശമരിയേല. നിന്റെ ശുശ്രൂഷ തെളിയേണ്ടത് ശമരിയേല. ഹൃദയത്തെ തൊട്ടൊരു ദൂത് ഞാൻ പറയാം. ദൈവദാസന്മാരെ, മക്കളെ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നിന്റെ ഭാവിയെ വളർത്തേണ്ട ഭവനം ദൈവത്തിനറിയാം. നിന്റെ ഭാവിയെ സ്ഥിരമാക്കേണ്ട ഇടം ദൈവത്തിനറിയാം. നിന്നെ ഉപജീവനത്തിൽ ഉറപ്പിക്കേണ്ട സ്ഥലം ദൈവത്തിനറിയാം. സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, മലയാളിയുടെ പൊട്ടബുദ്ധി ഉപയോഗിക്കല്ലേ. ലക്ഷ്യം തെറ്റിപ്പോകല്ലേ. എത്തേണ്ടടുത്തെത്തിയാൽ നീ ചരിത്രമാ. മനസ്സിലാകുന്നവരുണ്ടോ? എത്തേണ്ട പട്ടണത്തിൽ നീ എത്തിയ അവിടെ നീ കാലെടുത്തു വച്ച ഫിലിപ്പോസേ, നീ ചരിത്രമാ. പല ശുശ്രൂഷകന്മാരും പല തലമുറകളും ദൈവം വിളിച്ച പോലെ വലുതാ. തിരഞ്ഞെടുപ്പ് വലുതാ. പക്ഷെ അവരെത്തേണ്ടടുത്ത് എത്തിയില്ല. കാരണം എന്തെന്നറിയാമോ? അവർക്ക് ദൈവം ഒരുക്കിയ ദേശം അവരെത്തിയില്ല. ഒരുക്കിയ ദേശത്ത് ദൈവമേ അവരെത്തിയില്ല. ഈ പകൽക്കാല നിങ്ങൾ മൈക്കെടുത്ത് സീനിയർ പാസ്റ്ററോട് ചോദിച്ച പാസ്റ്റർ പറയും, ഈ ദേശത്തെത്തിയത് കൊണ്ട് ഞങ്ങൾ ഇത്രയും അനുഗ്രഹിക്കപ്പെട്ടത്. എത്തേണ്ടടുത്തെത്തിയാൽ നീ ചരിത്രമാ. വചനം പറയുന്നു, യെരൂശലേമിൽ ദൈവസഭ ചിതറി. ഫിലിപ്പോസ് ശമരിയേൽ കാലെടുത്തു വച്ചു. അന്നുവരെ വെളിപ്പെടാത്ത ദൈവകൃപ ഫിലിപ്പോസിന്റെ അകത്തളത്തിൽ നിന്ന് പുറത്തു വരാൻ തുടങ്ങി. നിങ്ങൾ 8-ാം അധ്യായം വീട്ടിൽ പോയി വായിക്കണം. വചനം അങ്ങനെ പറയുന്നു, ഫിലിപ്പോസ് ആത്മനിറവിലായി. ഹലോ, മേശമേൽ ശുശ്രൂഷിച്ചപ്പോൾ അവന്റെ മേലുള്ള ആത്മാവിന്റെ നിറവ് വെളിപ്പെടാത്തവൻ, യെരൂശലേമിൽ വെളിപ്പെടാത്തവൻ, ശമരിയേൽ കാലെടുത്തു വച്ചപ്പോ ആത്മനിറവിലായി. അവിടെ കൊണ്ട് തീർന്നില്ല. ഫിലിപ്പോസ് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു തുടങ്ങി. പരിശുദ്ധാത്മാവിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു തുടങ്ങി. ഞാൻ ഈ പകൽ ആത്മാവിൽ പ്രവചിക്കുക, ഈ സഭയെ ഈ ദേശത്ത് ദൈവം കൊണ്ടുവന്നപ്പോ ദൈവം അത്ഭുതം ചെയ്തെങ്കിൽ ഈ തലമുറയിലും അടയാളങ്ങൾക്കായി, അത്ഭുതങ്ങൾക്കായി, രോഗസൗഖ്യത്തിന് ഈ തലമുറ ഒരുങ്ങിക്കോ.
ഓ ഷാരാബാല വൈഡാബാല ഓ സ്വരാദലാച്ച. അമ്മു വരെ ദൈവസഭ കണ്ടിട്ടുള്ളത് പത്രോസും യോഹന്നാനും പോകുമ്പോൾ ആലയത്തിന്റെ മുൻപിൽ ജന്മനാൽ മുടന്തനായ മനുഷ്യനിരുന്നപ്പോ പത്രോസ് പറഞ്ഞു, വെള്ളിയും പൊന്നും എനിക്കില്ല, നസ്രേനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ്. ക്ഷണത്തിൽ അവൻ എഴുന്നേറ്റു. അവൻ തുള്ളിക്കൊണ്ട് ആലയത്തിൽ കയറി. ദാണ്ടേ അത് കണ്ടിട്ടുള്ള ഫിലിപ്പോസ് യെരൂശലേമേ ശമരിയെ നിൽക്കുക. അവനൊന്നും പറയണ്ട, രോഗി സൗഖ്യമാകുക, ഭൂതങ്ങൾ അലറിയോടുക. പട്ടണം മുഴുവനും അവൻ തേടിപ്പോയമല്ല, അവനെ തേടി വന്നു. എന്നോട് ദൈവം പ്രവചിക്കാൻ പറയുന്നു, ആലയത്തിന്റെ ചരിത്രം തിരിയും, ആലയത്തിന്റെ ചരിത്രം തിരിയും. ആലയങ്ങൾ പണിയും. ചില വേഷങ്ങൾക്കകത്ത് ദൈവം അടിസ്ഥാനത്തെ ഇടും. ഓ ശാരാബാല വൈഡാബാല. അഭിഷിക്തന്മാരുടെ ഒരു കൂട്ടം പട്ടണത്തിനകത്ത് കാലെടുത്തു വയ്ക്കുമ്പോ പട്ടണം ഇളകി അഭിഷിക്തന്മാരെ തേടി. പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. അത് നിന്റെ തലമുറ ഒന്നായി മാറട്ടെ, നിന്റെ തലമുറ ഒന്നായി മാറട്ടെ. കാഴ്ചക്കാരായ ആരും ഇരിക്കരുത്. ഈ പകലാലയത്തിന്റെ സ്ഥിതികൾ മാറുന്നു. പട്ടണങ്ങൾ ആലയത്തെ തേടി വരുമോ? എന്നോട് ദൈവം പറയുന്നു, പട്ടണങ്ങൾ ലക്ഷ്യമാക്കി ആലയത്തെ ദൈവം വളർത്താൻ പോകുക. ആലയത്തിന്റെ അഭിരുകളെ ദൈവം പണിയാൻ പോകുക. ചില ബ്രാഞ്ചുകൾ ദൈവം ഇടാൻ പോകുക. ചിലതിന്റെ അടിസ്ഥാനങ്ങൾ ദൈവം ഇടാൻ പോകുക. ചില വസ്തുവകകൾ എഴുതി ആലയത്തിന് വേണ്ടി എന്നെ വ്യക്തമായി കാണിക്കുന്നു. ഫിലിപ്പോസ് കാലെടുത്തു വച്ചപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചതുപോലെ വിവിധ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യത്തക്ക നിലവാരത്തിൽ ദൈവത്തിന്റെ വലിയ സീസണുകൾ ആത്മാവ് ദൈവസഭയ്ക്ക് വേണ്ടി തുറന്നിടും. അസാധാരണമായി ആലയത്തിനകത്തുനിന്ന് മാത്രമല്ല, തിരുവനന്തപുരം പട്ടണത്തിനകത്തുനിന്ന് വിളിയുള്ള ചില അഭിഷിക്തന്മാരെ ദൈവാലയത്തിനകത്ത് ദൈവാത്മാവ് കൊണ്ടുവരും. അവിടെ മേൽ കൈവച്ച് അനുഗ്രഹിച്ച് പട്ടണങ്ങൾ വീതി ചയച്ചു കൊടുക്കത്തക്ക നിലവാരത്തിൽ ആലയത്തിന്റെ സ്ഥിതികള് ആത്മാവിൽ എന്നോട് ദൈവാത്മാവ് വ്യക്തമായി ദൂത് കൈമാറുന്നു. നിന്നെ വളർത്തേണ്ട സ്ഥലത്ത് ദൈവം നിന്നെ കൊണ്ടു നിർത്തും. ഇന്നലകളുടെ ശൂന്യതകളെ ദൈവം മാറ്റും. നിന്നെ ഏത് ദേശത്താണോ, ഏത് രാജ്യത്താണോ നിന്റെ ദൈവം നിന്റെ വളർച്ച മുൻനിർണയിച്ചത്, അവൻ മുന്നറിഞ്ഞത്, അതേ പട്ടണത്തിൽ ദൈവം നിന്നെ കൊണ്ടു നിർത്തും. ആയിരങ്ങളല്ല, പതിനായിരങ്ങളല്ല, ലക്ഷങ്ങൾ ഇമ്പാക്ട് ചെയ്യുന്ന വലിയൊരു ഉണർവിലേക്ക് ദൈവസഭ എടുത്തെറിയും. തിരുവനന്തപുരം പട്ടണത്തിനകത്ത് മാത്രമല്ല, അവനോട് പ്രവചിക്കാൻ പറയുന്നു, തിരുവനന്തപുരം പട്ടണത്തിൽ ഏറ്റവും വലിയ സഭകളിൽ ഒന്നായി ഈ പകൽ ആലയത്തിന്റെ അവിരുകളെ ദൈവം പൊളിക്കുക. ശക്തന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കുക. ദൈവിക നീതിക്കകത്ത് ചലിക്കുന്ന ഒരു കൂട്ടത്തെ ദൈവം എഴുന്നേൽപ്പിക്കുക. ലക്ഷങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി വാരിയെറിയ തക്ക നിലവാരത്തിൽ ആലയത്തിന്റെ ഭണ്ഡാരത്തെ ദൈവം ലിഫ്റ്റ് ചെയ്യുക. അതിനുവേണ്ടി ചിലവിനെ എഴുന്നേൽപ്പിക്കുക. അസാധ്യമെന്ന് ലോകം പറഞ്ഞത് എന്റെ ദൈവ ഈ പകൽ ദൈവ ആലയത്തിന് വേണ്ടി ദൈവം ചെയ്യുക. ഒറ്റ വാക്കിൽ വേഗത്തിൽ പറഞ്ഞു വിടാം. പിടിക്കാൻ കഴിയുമോ? പിടിച്ചോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഏറ്റെടുത്തോ. ഈ പകൽ ഈ വചനം ഫലമായിട്ടല്ല മടങ്ങി വരില്ല. വചനം പറയുന്നു, ഫിലിപ്പോസ് ശമരിയിൽ കാലെടുത്തു വെച്ചു. അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു തുടങ്ങി. കൂട്ടമായി രോഗികൾ സൗഖ്യമാകാൻ തുടങ്ങി. ഭൂതങ്ങൾ അലറിപ്പോകാൻ തുടങ്ങി.
പട്ടണത്തിനകത്ത് ദൈവവിശേഷം ഉയരാൻ തുടങ്ങി. ദൈവരാജ്യം ശമരിയ പട്ടണത്തെ പിടിക്കാൻ തുടങ്ങി. ഓ ശമരിയ പട്ടണ ആമേൻ അനേകർ ഫിലിപ്പോസിന്റെ അടുക്കൽ ഓടി വരാൻ തുടങ്ങി. ഫിലിപ്പോസ് കൂട്ടമായ സ്നാനങ്ങൾ ശമരിയ പട്ടണത്തിനകത്ത്. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ഇന്ത്യയിലെ ചില നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങൾ കൂട്ടമായ സ്നാനത്തിന് വേണ്ടി ദൈവസഭ ഒരുക്കിക്കോ. അഭിഷിക്തന്മാർ ഇറങ്ങിപ്പോയി മുങ്ങിപ്പൊക്കുന്ന സീസണുകൾ എന്റെ ദൈവം തുറക്കാം. ജാതികളായ ചിലവിനെ ദൈവമെന്തെന്നറിയാത്ത, ദൈവമാരെന്നറിയാത്ത ചിലവിനെ സ്നാനജലത്തിലിറക്കുന്ന കൂട്ടമായി ജനം ഫിലിപ്പോസിന്റെ അടുക്കൽ വന്നു. ഫിലിപ്പോസ് സ്നാനമേൽപ്പിച്ചു, അനേകരെ കയറ്റി. ആത്മാവിൽ ഞാനൊരു ദൂത് കൈമാറട്ടെ. ജനം സ്നാനമേറ്റ് ദൈവകൃപയിൽ വരുന്നെന്ന് കണ്ടപ്പോൾ ശമരിയ പട്ടണത്തിൽ കുടികുത്തി വാണിരുന്ന ശീമോൻ എന്ന് പറയുന്ന ഒരു മന്ത്രവാദി ശമരിയെ അടയ്ക്കുവാണ്. മഗധി എന്ന ശക്തിയെ സേവിച്ചിരുന്ന മന്ത്രവാദി മനസ്സിലായി, ഇനി ഇവന്റെ അടുക്കൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ശിമയോൻ വചനം പറയുന്നു, ശിമോൻ ആമയെ ഫിലിപ്പോസിന്റെ അടുക്കൽ വന്നു. ആത്മമറവിൽ ആത്മമറവിൽ ഇമ്മലെ ആമയെ മേശമേൽ ശുശ്രൂഷ ചെയ്തവൻ, ഇമ്മലെ ചെറിയ ദൈവരാജ്യത്തിനു വേണ്ടി ചെറിയ വേല ചെയ്തവൻ, ഇന്ന് കണ്ടോ പട്ടണത്തെ പിടിച്ചു കുലുക്കിയ ശക്തി ഫിലിപ്പോസിന്റെ മുൻപിൽ വന്നു നിൽക്കുക. ഫിലിപ്പോസ് ആത്മമറവിലായി മഗധി എന്ന ശക്തിയെ അവന്റെ മേൽ ശാസിച്ചു. മന്ത്രവാദി മാനസാന്തരപ്പെട്ടു. ഈ പകൽ ഉപവാസത്തിൽ ആത്മമറവിൽ ദൈവസഭയായിരിക്കുമോ? ഈ പകൽ ആത്മാവ് ഇന്ന് പകൽ ചില മന്ത്രവാദികളെ അടക്കി പാടുന്ന ചില ദുർഭൂത മണ്ഡലങ്ങള് പിടിക്കുന്ന ആരാധനയുടെ ഫലങ്ങൾ പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. ഈ പകൽ ഈ ദൂത് സ്വീകരിച്ച് ആത്മാവിൽ ശാസിക്കാൻ കഴിയുമെങ്കിൽ ശാസിച്ചോ. ഈ പകൽ നിന്നെ ഭയപ്പെടുത്തിയ, നിന്റെ ആലയത്തെ ഭയപ്പെടുത്തിയ, നിന്റെ ശുശ്രൂഷയെ ചിതലമാക്കുമെന്ന് പറഞ്ഞ, നിന്റെ തലമുറയെ ഒതുക്കിയ അപേക്ഷയെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോ ഈ പകൽ ശാസിക്കാം. മാറും കുഞ്ഞ്, നിന്റെ ചെറിയ ശുശ്രൂഷ മാറും, നിന്റെ തലങ്ങൾ മാറും. പട്ടണത്തിന്റെ ശക്തികൾ പോലും നിന്റെ മുൻപിൽ മുട്ടുകുത്ത്. ദൈവം ഈ ദേശത്തെ പിടിക്കാൻ പോകുക. തിരുവനന്തപുരം പട്ടണത്തെ പിടിക്കാൻ പോകുക. ഈ പകൽ ജീവിക്കുന്ന ദൈവമാരെന്ന് ദൈവം തെളിയിക്കാൻ പോകുക. ചില കുടിയിരിപ്പുകൾ ഇറങ്ങി ഓടുന്നു, ചില വ്യാപാരങ്ങൾ ഇടങ്ങി ഓടുന്നു, ചില ദേശത്തിന്റെ അമ്പകാരങ്ങൾ വ്യക്തമായി ചില കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരുന്ന, ചില കുടുംബങ്ങളെ ചിതലമാക്കിക്കൊണ്ടിരുന്ന ഇരുട്ടിന്റെ ശക്തികളെ ആത്മാവ് വെട്ടുക. ചില മഗധി ശക്തികളെ ആത്മാവ് ഈ പകൽ വെട്ടുക. ഈ വിടുതൽ ഏറ്റെടുത്തിട്ട് നിങ്ങൾ പോകാം. നിങ്ങളുടെ ചരിത്രം മാറണോ? ഈ പരിശുദ്ധാത്മാവിനെ ആത്മാവിൽ സ്വീകരിക്കണം. വചനം പറയുന്നു, ഫിലിപ്പോസ് പരിശുദ്ധാത്മാവ് നിറവിൽ ശീമോനെ ആമേ ശാസിച്ചു. അവന്റെ മേലുള്ള മഗധി ശക്തി അവനെ വിട്ടുപോയി. മന്ത്രവാദി പറഞ്ഞു സ്നാനപ്പെടണം. മന്ത്രവാദി പറഞ്ഞു സ്നാനപ്പെടണം. ശത്രുവിനെ സേവിച്ചവൻ പറഞ്ഞു സ്നാനപ്പെടണം. ദൈവസഭ കാണാൻ പോകുന്നു. ദൈവസഭ കാണാൻ പോകുന്നു. തിരുവനന്തപുരം പട്ടണം കാണാൻ പോകുന്നു. ഇന്ത്യ മഹാരാജ്യം കാണാൻ പോകുന്നു. ആ മന്ത്രവാദികൾ സുവിശേഷം പ്രസംഗിക്കും. മന്ത്രവാദികൾ സ്നാനജലത്തിലിറങ്ങും. ജീവിക്കുന്ന ദൈവമുണ്ടെന്ന് ആയിരങ്ങളോട് സാക്ഷ്യം പറയും. ശമരിയയിൽ വലിയ ഉണർവ് സംഭവിച്ചു തുടങ്ങി. ശമരിയയിൽ ഉണർവ് സംഭവിച്ചപ്പോൾ യെരുശലേമിലെ സഭയിലെ
പഴയ സീനിയർ പാസ്റ്റർമാർ അത് അറിഞ്ഞു. പത്രോസ് യോഹന്നാനും അറിഞ്ഞു. പത്രോസ് യോഹന്നാനും അറിഞ്ഞു. അല്പത്തിൽ ദൈവരാജ്യത്തിന് വേണ്ടി നിന്നവൻ ഇന്ന് ശമരിയ പട്ടണത്തെ പിടിക്കുന്നു. ഈ പകൽ അല്പത്തിൽ വിശ്വസ്തനാണോ? നാളകൾ ലോകമറിയും. നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ദൈവം അധികത്തിൽ വിചാരകനാക്കിയമ്മ. പത്രോസ് യോഹന്നാനും പറയുക, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ശമരിയയിലേട്ടൊന്ന് പോകണമല്ലോ. ഈ പകൽ മിന്നിൽ ശുശ്രൂഷ വെളിപ്പെട്ടാൽ ശക്തന്മാർ നിന്നെ തേടി വരും. ശക്തന്മാർ നിന്നെ തേടി വരും. ഈ പകൽ ഒരു ദൂത് ഞാൻ പറഞ്ഞ ആത്മാവിൽ ആരാധിക്കാൻ പോവാ. നമ്മൾ വചനം പറയുന്നു, യെരൂശലേമിൽ നിന്ന് ഫിലിപ്പോസ് എവിടെ എത്തി? ശമരിയയിലെത്തി. പ്രിയരെ, അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി രണ്ട് വ്യക്തികളുടെ ചരിത്രം മാത്രം എഴുതിയിട്ടുള്ള ആരുടെയൊക്കെ? പത്രോസിൻ്റെയും പൗലൂസിൻ്റെയും. അവർ ശക്തന്മാരായിരുന്നു. വേറൊരു വ്യക്തിയുടെ ചരിത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ, ഒരധ്യായത്തിനകത്ത് ഒരു വ്യക്തിയുടെ ചരിത്രം എഴുതി ആ അധ്യായം അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റാരെയുമല്ല, അത് ഫിലിപ്പോസിന്റെ ചരിത്രമാണ്. ഹലോ, എത്തേണ്ടടുത്ത് നീ എത്തിയ, എത്തേണ്ട സ്ഥലത്ത് നീ എത്തിയ, എത്തേണ്ട രാജ്യത്ത് നീ എത്തിയ, എത്തേണ്ട പട്ടണത്തിൽ നീ എത്തിയ, നീ പിന്നെ സാധാ വ്യക്തിയല്ല, നീ ചരിത്രത്തിന്റെ ഭാഗമാണ്.